ഹാഫ് എ ഡേ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇൻ ദ ലെസൺ ഹാഫ് എ ഡേ വി റെഡ് അബൌട്ട് ദ എക്സ്പീരിയൻസ് ഓഫ് എ ബോയ് ഓൺ ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഹാഫ് എ ഡേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താ കണ്ടത്? ഒരു കൊച്ചു സ്കൂളിൽ പോകുന്നു, അവൻ്റെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ കാണുന്നു, പിന്നെ പയ്യെ പയ്യുള്ള ഓരോ കാര്യങ്ങൾ. നൗ ഇമാജിൻ ദാറ്റ്, നിങ്ങൾ സങ്കല്പിക്കുക. ഇമാജിൻ എന്ന് പറയുമ്പോൾ സങ്കല്പിക്കുക. ദിസ് ഇയേഴ്സ് സ്റ്റേറ്റ് ലെവൽ പ്രവേശനോത്സവം ഇസ് ഗോയിങ് ടു ബി ഹെൽഡ് അറ്റ് യുവർ സ്കൂൾ. ഈ വർഷത്തെ പ്രവേശനോത്സവം പരിപാടി നടക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ടാണ്. ദിസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം. ചെറിയ പരിപാടിയൊന്നുമല്ല, സ്റ്റേറ്റ് ലെവലാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ മൊത്തത്തിൽ ഉള്ളൊരു പരിപാടിയാണ്. അത് നിങ്ങളുടെ സ്കൂളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആസ് ദ സ്കൂൾ ലീഡർ, അപ്പം നിങ്ങളാണ് സ്കൂൾ ലീഡർ. അപ്പോൾ ഒരു സ്കൂൾ ലീഡർ എന്ന നിലയ്ക്ക് യു ആർ ആസ്ഡ് ടു പ്രിപ്പയർ എ നോട്ടീസ്. നിങ്ങളൊരു നോട്ടീസ് തയ്യാറാക്കണം റിഗാർഡിങ് ദ ഈവൻറ്റ്. ഈവൻറ്റിനെ ബേസ് ചെയ്തിട്ട്. ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി. റിഗാർഡിങ് എന്ന് പറയുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട്. റൈറ്റ് എ സിമ്പിൾ ആൻഡ് ക്ലിയർ നോട്ടീസ് അനൗൺസിങ് ദ പ്രോഗ്രാം. അപ്പോൾ വളരെ സിമ്പിളും ക്ലിയറും ആയിട്ടുള്ളൊരു നോട്ടീസ് തയ്യാറാക്കുക ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട്. നമുക്ക് നോക്കിയാലോ? ഞാനിവിടെ 2 സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 നോട്ടീസ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ആദ്യത്തെ സെറ്റ് നമുക്ക് നോക്കാം. നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സ്റ്റേറ്റ് ലെവൽ പ്രവേശനോത്സവം 2025. ഈ വർഷം എന്ന് പറയുമ്പോൾ ഈ വർഷം 2025 ആണല്ലോ. അങ്ങനെ ഒരു ഹെഡിങ് പോലെ കൊടുക്കുക. സ്റ്റേറ്റ് ലെവൽ പ്രവേശനോത്സവം 2025. അത് നമ്മുടെ തലക്കെട്ടാണ് കേട്ടോ. വെന്യൂ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത ലൈനിൽ വെന്യൂ. വെന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ഈവൻ്റ് നടക്കുന്ന, പരിപാടി നടക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ് ആ വെന്യൂവിൽ എഴുതേണ്ടത്. വെന്യൂ എന്ന് പറയുമ്പം സംഭവം നടക്കുന്ന സ്ഥലം. ഇപ്പോൾ വെന്യൂ എന്ന് പറഞ്ഞിട്ട് കോളൻ കൊടുക്കുക. 2 കുത്തിനെ നമ്മൾ കോളൻ എന്നാണ് കേട്ടോ പറയുന്നത്. ബ്രാക്കറ്റ് ഒന്നും ഇടണ്ട, നിങ്ങളുടെ സ്കൂൾ നെയിം കൊടുത്താൽ മതി. ഇപ്പം നിങ്ങളുടെ സ്കൂൾ നെയിം GHSS മണത്തലയാണെങ്കിൽ GHSS മണത്തല എന്ന് കൊടുക്കുക. എന്ത് പേരാണോ എന്നുള്ളത് സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ഇനി നമുക്ക് കോണ്ടന്റിലോട്ട് വരാം. ഒരു ലൈൻ വിടുക, എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് വിടുക. എന്നിട്ട് വി ആർ പ്രൗഡ് ടു ഇൻഫോം യു ദാറ്റ് ദിസ് ഇയേഴ്സ് സ്റ്റേറ്റ് ലെവൽ പ്രവേശനോത്സവം വിൽ ബി ഹോസ്റ്റഡ് അറ്റ് അവർ സ്കൂൾ. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു. പ്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം, അറിയിച്ചു കൊള്ളുന്നു. ഇൻഫോം എന്ന് പറയുമ്പം അറിയിച്ചു കൊള്ളുന്നു. അതായത് ഈ വർഷത്തെ ദിസ് ഇയേഴ്സ് എന്താ നടക്കുന്ന സ്റ്റേറ്റ് ലെവൽ പ്രവേശനോത്സവം ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ്, അറ്റ് അവർ സ്കൂൾ. ദിസ് ഈസ് എ മൊമെന്റ് ഓഫ് ഗ്രേറ്റ് ഓണർ. ഹോണർ എന്ന് ഒരിക്കലും വായിക്കില്ല എൻ്റെ പൊന്നുമക്കളെ. സൈലന്റ് ആണ്. ഓണർ എന്നാണ് വായിക്കേണ്ടത്. ആൻഡ് എക്സൈറ്റ്മെന്റ് ഫോർ ഓൾ ഓഫ് us. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്, മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് വലിയ ഒരു ബഹുമതിയുടെയും ഒരു ആകാംക്ഷയുടെയും, എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാംക്ഷയുടെ ഒക്കെ ഒരു നിമിഷമാണ് നമുക്ക്, ഓൾ ഓഫ് us, നമുക്ക് എല്ലാവർക്കും. ഇങ്ങനെ ഒരു സെന്റൻസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം കേരളത്തിൽ എന്തോരം സ്കൂൾ ഉള്ളതാണെന്നറിയോ? എത്രത്തോളം സ്കൂൾ ഉള്ളതാണ്. എന്നിട്ട് അതിൽ നിങ്ങളുടെ സ്കൂളാണല്ലോ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഉറപ്പായിട്ടും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ലൈൻ വിടുക, കുറച്ച് സ്പേസ് വിട്ടിട്ട് എത്രാം തീയതിയാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ഈവൻ്റ്, ഒരു ഫംഗ്ഷൻ നടക്കുമ്പം അതിൻ്റെ തീയതി അറിയിക്കണം. ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു തീയതി ഇട്ട് കൊടുത്താൽ മതി. ഡേറ്റ് എന്നും പറഞ്ഞിട്ട് വീണ്ടും കോളൻ കൊടുക്കുക. കോളൻ എന്നാണ് മക്കളെ പറയേണ്ടത്. ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഇനി വരാനിരിക്കുന്ന ഡേറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ടൈം എത്ര മണിക്കാണെന്നുള്ളത് രാവിലെ ഏതെങ്കിലും ഒരു സമയം കൊടുക്കുക. 9 മണിയെന്നോ 10 മണിയെന്നോ കൊടുക്കുക. ആൻഡ് 10 AM എന്ന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. വെന്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സ്കൂളിൽ തന്നെ എവിടെ? ഓഡിറ്റോറിയത്തിലാണെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയം എന്ന് കൊടുക്കുക. ഇനി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണെങ്കിൽ സ്കൂൾ ഗ്രൗണ്ട് എന്നും പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ലൈൻ വിട്ടിട്ട്, വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ലൈൻ വിടാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്പേസ് വിടാൻ പറയുന്നത്. Let us all join together to welcome the new academic year with joy and enthusiasm. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, ടുഗെദർ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് നമുക്ക് ഒന്നു ചേരാം. ടു വെൽക്കം ദ ന്യൂ അക്കാഡമിക് ഇയർ. പുതു വർഷത്തെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വെൽക്കം ചെയ്യാം. അതും സന്തോഷത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും. ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം, എന്തൂസിയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സാഹം. Students are requested to take part actively in various programs and help make the event a grand success. എല്ലാ സ്റ്റുഡൻസിനോടും അപേക്ഷിക്കുന്നു. റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അപേക്ഷിക്കുന്നു. എന്തിനാ അപേക്ഷിക്കുന്ന? എല്ലാ പരിപാടിയിലും ടേക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ പങ്കെടുക്കുക. ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കെടുക്കുക. അതും ആക്റ്റീവായിട്ട് തന്നെ ചുറുചുറുക്കോടെ പങ്കെടുക്കുക. വേരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോഗ്രാംസിനെയാണ് നമ്മൾ വേരിയസ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള.
ആൻഡ് ഈ ഒരു ഈവന്റ് വലിയൊരു വിജയമാക്കി മാറ്റാനും സഹായിക്കണം. ഹെൽപ്പ് മേക്ക് ദ ഈവന്റ് എ ഗ്രാൻഡ് സക്സസ് എന്ന് വെച്ചാൽ വലിയൊരു വിജയമാക്കി മാറ്റണം. വീണ്ടും ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. ഫോർ എനി ക്വറീസ്, ക്വറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അന്വേഷണം, ഓർ വോളണ്ടിയറിങ് ഓപ്പർച്യൂണിറ്റീസ്. വോളണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പരിപാടി നടത്തുന്നതിനെയാണ് വോളണ്ടിയറിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് സേവിക്കാൻ വേണ്ടി പോവില്ലേ? സേവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ സ്കൂളിലൊരു പരിപാടി നടക്കുന്നു. അപ്പം നിങ്ങൾ മുന്നിട്ടിറങ്ങി നിന്ന് കാര്യങ്ങൾ നോക്കാനും കാണാനും ഒക്കെ നിൽക്കത്തില്ലേ? അതിനെയാണ് വോളണ്ടിയർ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസിനും അവസരങ്ങൾക്കും, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ. കോണ്ടാക്ട് ദ സ്കൂൾ ലീഡർ. ആരെ കോണ്ടാക്ട് ചെയ്യേണ്ട? സ്കൂൾ ലീഡറിനെ കോണ്ടാക്ട് ചെയ്യുക. ഓർ യുവർ ക്ലാസ് ടീച്ചർ. ക്ലാസ് ടീച്ചറിനെ ആണെങ്കിലും ബന്ധപ്പെട്ടാൽ മതി. വീണ്ടും ഒരു ലൈൻ വിടുക. ഇഷ്യൂഡ് ബൈ, ഇതാരാ ഇഷ്യൂ ചെയ്യുന്നത്? സ്കൂൾ ലീഡർ. എന്നിട്ട് നിങ്ങളുടെ പേര് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെ ഈ നോട്ടീസ് ഉണ്ടാക്കിയിട്ടുള്ള ഡേറ്റും. ഓക്കെ. ഇതേ സെയിം ക്വസ്റ്റ്യൻ്റെ തന്നെ ഒന്നും കൂടെ വേറൊരു നോട്ടീസ്. ഇപ്പം ഒരേ കണക്കത്തൊക്കെ എഴുതാൻ താല്പര്യമില്ലെങ്കിൽ വേറൊരെണ്ണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് നോട്ടീസ് എന്നും പറഞ്ഞ് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ തലക്കെട്ട് സ്റ്റേറ്റ് ലെവൽ പ്രവേശനോത്സവം 2025 അറ്റ് അവർ സ്കൂൾ. വേണമെങ്കിൽ ആ അവർ സ്കൂൾ മാറ്റിയിട്ട് അറ്റ് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ABC എന്നാണെങ്കിൽ അറ്റ് ABC സ്കൂൾ. ഓക്കെ. അപ്പം നമുക്ക് കോണ്ടന്റിലോട്ട് പോവാം. നമ്മൾ തലക്കെട്ടെല്ലാം എഴുതി ഒരു ലൈൻ വിടുക അതിൻ്റെ തൊട്ട് താഴെ. വി ആർ ഹാപ്പി ടു അനൗൺസ് ദാറ്റ്. മറ്റേതിൽ നമ്മൾ ഇൻഫോം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അറിയിക്കാൻ. ഇവിടെ നമ്മൾ വിളംബരം ചെയ്യുകയാണ്. അനൗൺസ് എന്ന് പറയുമ്പോൾ വിളംബരം ചെയ്യുകയാണ്. ദാറ്റ് അവർ സ്കൂൾ ഹാസ് ബീൻ സെലക്റ്റഡ് ടു ഹോസ്റ്റ് ദിസ് ഇയേഴ്സ് സ്റ്റേറ്റ് ലെവൽ പ്രവേശനോത്സവം. നമ്മുടെ സ്കൂളാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം പരിപാടി നടത്താൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. എ ഗ്രാൻഡ് സെലിബ്രേഷൻ ടു വെൽക്കം സ്റ്റുഡൻസ് ടു ദ ന്യൂ അക്കാഡമിക് ഇയർ. അപ്പോൾ എന്താണ് പ്രവേശനോത്സവം എന്ന് അവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികളുടെയും ആദ്യത്തെ ദിവസം ഉണ്ടാവുമല്ലോ, അത് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു പരിപാടിനെയാണ്, ഒരു ഈവൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രവേശനോത്സവം എന്ന് പറയുന്നത്. ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കിടിലം സെലിബ്രേഷൻ. കുറച്ച് സ്പേസ് വിടുക. അതിൻ്റെ തൊട്ട് താഴെ എഴുതുക ഈവൻറ്റ് എന്താണെന്ന് എഴുതുക. പ്രവേശനോത്സവം 2025. ഡേറ്റ് എന്നാണോ നിങ്ങൾ പ്രവേശനോത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു ഡേറ്റ് ഇടുക. ടൈം എത്ര മണിക്കാണെന്നുള്ളത് 9 മണിയോ 10 മണിയോ 9:30യോ അങ്ങനെ ഇടുക. 9:36 എഴുതരുത് കേട്ടോ. അടുത്ത വെന്യൂ. വെന്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ വെച്ചിട്ടാണ് ഈ സംഭവം, ഈ പരിപാടി നടക്കുന്നത്? സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ ഗ്രൗണ്ട്, സ്കൂൾ ഗ്രൗണ്ട് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയം ആണെങ്കിൽ അങ്ങനെ, ആ സ്കൂളിൻ്റെ പേര് എഴുതിയാൽ അത്രയും നല്ലത്. ഓക്കെ. വീണ്ടും ഒരു ലൈൻ വിടുക. അതിൻ്റെ തൊട്ട് താഴെ എന്നിട്ട് എഴുതുക എല്ലാ സ്റ്റുഡൻസും, ഓൾ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആർ ഇൻവൈറ്റഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ സെലിബ്രേഷൻ. അപ്പം നമ്മൾ ആരൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന ക്ഷണിക്കുന്നത്? സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പേരൻസ്. അധ്യാപകരെയും പേരൻസിനെയും മാതാപിതാക്കളെയും നമ്മൾ വിളിക്കുന്നുണ്ട് സെലിബ്രേഷനിൽ പങ്കെടുക്കാനായിട്ട്. ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കെടുക്കുക എന്നാണ് കേട്ടോ. വേരിയസ് കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് വെൽക്കമിങ് ആക്ടിവിറ്റീസ് വിൽ ബി ഓർഗനൈസ്ഡ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? പല കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട്, ഡാൻസ്, അങ്ങനെ പല പല പ്രോഗ്രാംസ് ഉണ്ടാകും. അതേപോലെ വെൽക്കമിങ് പരിപാടി ഉണ്ടാകും. സ്വാഗതം ചെയ്യത്തില്ലേ നമ്മൾ, അങ്ങനെ സ്വാഗതം ചെയ്യുന്ന പരിപാടികളും ഉണ്ടാകും. ഇനിയും ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. ലെറ്റ്സ് വർക്ക് ടുഗെദർ ടു മേക്ക് ദിസ് ഈവൻറ്റ് സക്സസ്ഫുൾ ആൻഡ് മെമ്മറബിൾ. ഈ ഒരു പരിപാടി, ഈവൻ്റ് എന്ന് പറഞ്ഞാൽ പരിപാടി, നല്ലൊരു വിജയകരമാക്കാനും നല്ല കിടിലൻ ഓർമ്മിക്കുന്ന ഒരു ദിവസമാക്കാനും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ടുഗെദർ എന്ന് പറയുമ്പോൾ ഒരുമിച്ച്. ആൻഡ് വീണ്ടും ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഇഷ്യൂഡ് ബൈ സ്കൂൾ ലീഡർ. ആരാ? നിങ്ങളാണല്ലോ സ്കൂൾ ലീഡർ. അപ്പം നിങ്ങളുടെ പേര് എൻ്റെ തൊട്ട് താഴെ എഴുതുക. ആൻഡ് ഇത് നോട്ടീസ് തയ്യാറാക്കുന്ന ഡേറ്റും താഴെ എഴുതുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നോട്ടീസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ?